അല്ലാഹുവിന്റെ റസൂലും ഖദീജ ബീവിയും മക്കളും വല്ലാത്ത സന്തോഷമുള്ള ജീവിതമാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 15 വയസ്സായി. ഫാത്തിമയുടെ പ്രായം 15 ആയി. സുബ്ഹാനല്ലാഹ്. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഉമ്മയ്ക്ക് 65 വയസ്സായി. ഖദീജ ബീവിക്ക് 65 വയസ്സായി. 15 വയസ്സുള്ള ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് കാണുന്ന രംഗമെന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്. 65 വയസ്സുള്ള ഉമ്മയതാ കുളിച്ചുരുങ്ങിയിട്ട് വാപ്പാടെ മടിത്തട്ടിൽ കിടക്കുകയാ. ഫാത്തിമ ബീവി നോക്കുമ്പോ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ 65 വയസ്സുള്ള ഫാത്തിമ ആയിഷ ഖദീജ എന്ന പ്രിയപ്പെട്ട ഭാര്യ, ആ ഖദീജ ബീവി നബി തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയാ. എന്നിട്ട് പറയുന്നു, നബിയേ, ഖദീജ ബീവി വല്ലാതെ തളർന്നു പോയി. 3 കൊല്ലം പട്ടിണി കിടന്നിട്ട് ഖദീജ ബീവിക്ക് രോഗം പിടിപെടുകയാണ്. ഒരുപാട് പ്രയാസമായി. മരണത്തിന്റെ സമയമായി. സക്കറാത്തിന്റെ അവസ്ഥയായി. ഉപ്പാടെ മടിയിൽ ഉമ്മ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ. എന്നിട്ട് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കാണിച്ചിട്ട് നബി തങ്ങളോട് ഖദീജ ബീവി പറയുന്നു, നബിയേ, എന്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണേ നബിയേ. ഒരു ഉമ്മയുടെ സഹായം വേണ്ട സമയമാ. ഒരു ഉമ്മ കൂടെ നിൽക്കേണ്ട സമയമാ. തന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവിയെ കാണിച്ചിട്ട് മരിക്കുന്നതിന് തൊട്ടു മുമ്പ്, ആ മരണമെടുത്തിരിക്കുന്ന സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഭർത്താവായ നബി തങ്ങളോട് പറയുകയാ, എന്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണേ നബിയേ. എന്റെ മകൾക്ക് ഒരു കുറവ് വരുത്തരുത്. എന്റെ ഫാത്തിമയ്ക്ക് ഒരു കുറവ് വരുത്തരുത്. അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിനോട് ഖദീജ എന്ന ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ ഫാത്തിമാനെ തല്ലല്ലേ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി പറഞ്ഞു കൊടുക്കുകയാ, എന്റെ ഫാത്തിമാനെ തല്ലരുത്, എന്റെ പൊന്നുമോളെ തല്ലരുത്. ഫാത്തിമ ബീവിയെ കാണിച്ചു കൊടുത്തിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, എന്റെ മകളെ തല്ലാൻ പാടില്ല. നബിതങ്ങൾ പറഞ്ഞ നബിതങ്ങൾ തന്റെ ഭർത്താവിനോട് ഖദീജ ബീവി പറയുകയാ, ഒരു ഉമ്മയുടെ സഹായം, ഒരു ഉമ്മയുടെ കൂട്ടുവേണ്ട സമയമാണ് ഫാത്തിമയ്ക്ക്. അപ്പോഴാണ് ഫാത്തിമ ബീവി ഖദീജ ബീവി പട്ടിണി കിടന്നിട്ട് രോഗം പിടിച്ചു. 3 കൊല്ലം പട്ടിണി കിടന്നു, ഇലകൾ കഴിച്ചു, ഒരുപാട് രോഗമായി. 65-ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോ, ആ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഉപ്പാന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് ഭർത്താവിനോട് പറയുകയാ, എന്റെ മകളെ നോക്കിക്കൊള്ളണം, എന്റെ മകളെ പൊന്നുപോലെ നോക്കണം, ഒരു കുറവും വരുത്തരുത് എന്റെ ഫാത്തിമാനെ. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, തല്ലരുത് എന്റെ ഫാത്തിമയെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബിതങ്ങൾ പറഞ്ഞു, അത് തന്നെയാണ് നമ്മളും മനസ്സിലാക്കേണ്ടത്. തന്നെ കല്യാണം കഴിക്കും പള്ളിക്കകത്ത് വന്നിട്ട്, ആണുങ്ങൾ നിക്കാഹ് കഴിക്കുന്ന സമയത്ത് ആ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ നിംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ സവ്വജതുക വ അൻകഹതുക ബിന്ദി എന്ന് പറഞ്ഞിട്ട് പറയല്ലോ. എന്താ ഈ പറയണതിന് അർത്ഥം? എടാ, 18ഉം 20ഉം കൊല്ലം പോറ്റി വളർത്തിയ ഒരു മകളെ നീ കൊടുക്കുന്ന മഹറിന് പകരം നിന്റെ കയ്യിലേക്ക് വെച്ച് തരുമ്പോ ആ വാപ്പായും പറയുന്നത്, എന്റെ മോളെ തല്ലല്ലേ എന്നാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തേ പറയണേ? എന്താ പറയണേ? എന്ത് ചെയ്യരുതെന്ന്? തല്ലരുതെന്ന്. അത് പറഞ്ഞതിന്റെ പേരിൽ അത് പറയാൻ തന്നെ പേടിയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം നമ്മള് 8 കൊല്ലം മുമ്പ് ഒരു പ്രസംഗം നടത്തി. എന്താ പ്രസംഗത്തിനകത്ത്? പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന വല്ല സമയമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അത് പറഞ്ഞു കൊടുത്തു. പടച്ചവനെ, ഇപ്പൊ 28 കേസാണ്. 28 കേസായി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറയണോ? അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇതാണ് ഉസ്താദ്മാർക്കൊക്കെ എന്തെങ്കിലും പറയാൻ പേടിയാ. എവിടെ എന്തെങ്കിലും പറയും. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി, ഒന്നും പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും പടച്ചവൻ അതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളാണ്. അല്ലാഹു നമ്മുടെ സഹോദരിമാർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളും പറയുന്ന എന്താ? ഒരു വാപ്പ പറയുകയാ, എന്റെ മകള് മലക്കൊന്നുമല്ല, ഞാൻ 18 വർഷക്കാലം അല്ലെങ്കിൽ 20 വർഷക്കാലം പോറ്റി വളർത്തി എന്റെ മകള് അവളെല്ലാം തികഞ്ഞവളൊന്നുമല്ല,
അവൾക്ക് എന്തെങ്കിലും ഒരുപാട് പോരായ്മകളും ന്യൂനതകളും ഉണ്ട്. എൻ്റെ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾ ക്ഷമിക്കണം. പുതിയാപ്പളയോട് പറഞ്ഞു കൊടുക്കുന്നത്, എൻ്റെ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ക്ഷമിക്കണം, അല്ലെങ്കിൽ നീ ഉപദേശിക്കുക. നീ അവളെ ഉപദേശിക്കുക, നീ ക്ഷമിക്ക്, അല്ലല്ലേ കൊല്ലല്ലേ എന്നാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കാണിച്ചിട്ട് ഖദീജ ബീബിയും പറഞ്ഞത് നബി തങ്ങളോട്, എൻ്റെ മകളെ തല്ലരുത്, എൻ്റെ മകൾക്കൊരു കുറവും വരുത്തരുത്, എൻ്റെ പൊന്നുമോളെ നല്ലതുപോലെ നോക്കണം. അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്നെ പ്രിയപ്പെട്ട ഖദീജ പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ പറഞ്ഞു കൊടുത്തു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ അടുത്തേക്ക് വിളിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, ഉമ്മാടെ കയ്യിലാകെ ഉള്ളതൊരു ഒരു മാലയാണ്. ഫാത്തിമ ബീവി അടുത്ത് വിളിച്ചിരുത്തിയിട്ട് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ കഴുത്തിൽ കിടന്ന ആകെയുണ്ടായിരുന്ന ഒരു മാലയെടുത്തു. എന്നിട്ട് ഫാത്തിമ ബീവിയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, ഉമ്മാനെ ഓർമ്മ വന്നാൽ, ഈ ഉമ്മച്ചിയെ ഓർമ്മ വന്നാൽ, നിന്റെ മനസ്സു വേദനിച്ച, നിനക്ക് സങ്കടം വന്ന, ഈ മാലയെടുത്ത് ചുംബിച്ചാ മതി ഫാത്തിമ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ പിടിച്ചടുത്തിരുത്തിയിട്ട് ഉമ്മ ഇരുന്ന് കരയുകയാണ്. ഫാത്തിമ ബീബി ചോദിക്കുന്നു, എന്തിനാ ഉമ്മ കരയുന്നത്? മോളെ, നിനക്കൊരുപാട് സ്വർണം വാങ്ങി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഞാൻ ഒരുപാട് സമ്പത്തുള്ളവളായിരുന്നു, എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തതാണ്. അവസാനമാകെയുണ്ടായിരുന്ന മാലയെടുത്ത് ഖദീജ ബീബി തന്റെ പൊന്നാര മകളായ ഫാത്തിമയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, സൂക്ഷിച്ചു കൊള്ളണം, ഈ മാല നീ കളയരുത്, ഈ മാല നീ നഷ്ടപ്പെടുത്തരുത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ കയ്യിലേക്ക് അതാ ഉമ്മ വെച്ചു കൊടുക്കുകയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുകയാ. വാപ്പയോട് പൊരുത്തം ചോദിച്ചു. വാപ്പാടെ മടിത്തട്ടിൽ കിടന്നു കെട്ടിപ്പിടിച്ചുകൊണ്ട് 65-ാമത്തെ വയസ്സിലെ ചുടുചുംബനം കൊടുത്തിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് യാത്ര പറയുകയാണ്. പടച്ചവനെ, നബി തങ്ങളെ തകർന്നു പോയി, അല്ലാഹുവിന്റെ റസൂൽ തളർന്നു പോയി. ഖദീജ ബീബിയുടെ മരണം നബി തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. ഫാത്തിമയ്ക്കറിയാ, ഖദീജ ഉമ്മ ഖദീജയോട് വല്ലാത്ത സ്നേഹമാ. വാപ്പയുടെ ജീവനായിരുന്നു ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മരണമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ തകർക്കുകയാ, അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ തളർത്തുകയാ. നബി തങ്ങൾക്ക് വല്ലാത്ത വേദനയായി. പടച്ചവനെ, നബി തങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോ ചിന്തിക്കണം പെങ്ങളെ, ചിന്തിക്കണം ഇന്നത്തെ യുവതലമുറ ചിന്തിക്കാൻ പഠിക്കുകയാ. അതാ ഉമ്മ മരിച്ചു പോയിട്ട് വേദന സഹിക്കാൻ കഴിയാതെ വീടിനകത്തിരിക്കുന്ന വാപ്പാടെ ചാരത്ത് ചെന്നിട്ട് ഫാത്തിമ എന്ന ചെറിയ മകള് ചോദിക്കുന്നു, എന്തു പറ്റി വാപ്പാ? ഉപ്പാനെ സമാധാനിപ്പിക്കുകയാ, ഉപ്പാനെ സമാധാനിപ്പിക്കുകയാ. ഉപ്പാനൊരു കുറവും വരുത്തിയില്ല. ഉമ്മ മരിച്ച വേദനയിൽ ആ പൊന്നുമോള് തന്റെ വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് നബി തങ്ങളെന്ന പിതാവിനെ സമാധാനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഉമ്മു അബീഹാ. ഫാത്തിമയെ വിളിച്ചത് ഉമ്മു അബീഹാ, വാപ്പാടെ ഉമ്മ, വാപ്പാടെ ഉമ്മ. നബി തങ്ങൾ ഫാത്തിമയെ വിളിക്കുന്നത് വാപ്പാടെ ഉമ്മയെന്ന. കാരണം ഖദീജ ബീവിയുടെ മരണത്തിനു ശേഷം നബി തങ്ങളുടെ ഉമ്മയായിരുന്നു ഫാത്തിമ. നബി തങ്ങളുടെ ഉമ്മയായിരുന്നു ഫാത്തിമ. കരയുന്ന മകനെ സമാധാനിപ്പിക്കുന്നത് പോലെ, സങ്കടപ്പെടുന്നവരെ സമാധാനിപ്പിക്കുന്നത് പോലെ, ഭയപ്പാട് പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരെ കച്ചവടം തകർന്നു പോകുമ്പോ, പടച്ചവനെ, സാമ്പത്തിക നഷ്ടം വരുമ്പോ, വേദന സഹിക്കാൻ കഴിയാതെ വല്ലാത്ത ദുഃഖം വരുമ്പോ, പാതിരാത്രി വീടിന്റെ ഹാളിനകത്ത് ലൈറ്റ് അണച്ചിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോ നമ്മുടെ മുഖമൊന്ന് വാടിയാ
നമ്മുടെ സങ്കടത്തോടെ ഇരുന്ന അമ്മ വന്നിട്ട് ചോദിക്കും, എന്ത് പറ്റിയടാ മോനെ, എന്ത് പറ്റി മോനെ? നമ്മുടെ ഉമ്മ വന്ന് സമാധാനിപ്പിച്ച മനസ്സിന് വല്ലാത്ത ഒരു കുളിർമയാ. ഇതുപോലെ അല്ലാഹുവിന്റെ റസൂല് തന്റെ ഭാര്യ മരിച്ച വേദനയിൽ ഇരിക്കുമ്പോ സ്വന്തം മകള് ചെന്നിട്ട് ഒരു ഉമ്മ മകനെ ഒരു ഉമ്മ തന്റെ മകനെ സമാധാനിപ്പിക്കുന്നത് പോലെ ഫാത്തിമ ബീവി ചെന്നിരുന്നിട്ട് ഉപ്പാനെ സമാധാനിപ്പിക്കുകയാ. അപ്പോൾ ആ മകളെ കുറിച്ച് പഠിച്ചു നോക്കടോ, ആ മകളുടെ മനസ്സിനെ കുറിച്ച് പഠിച്ചു നോക്ക്. നബിതങ്ങളാണ് പറഞ്ഞു, ഉമ്മു ഹബീബ. നബിതങ്ങൾ അവിടെ നിന്ന് പറയുകയാ, ഉമ്മുൽ അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, അതാ വാപ്പയുടെ ഉമ്മ. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങളുടെ പ്രയാസങ്ങളിൽ മുഴുവനും ഫാത്തിമ കൂടെയുണ്ട്. ഫാത്തിമ എന്ന് പറയുന്ന ഈ പൊന്നുമോള് അല്ലാഹുവിന്റെ റസൂലിന്റെ സങ്കടത്തിലും ദുഃഖത്തിലും കൂടെയാ. രണ്ടുപേരും വല്ലാത്ത ഒരു ജീവിതമാണ്. ഫാത്തിമ ബീവിയുടെ വിവാഹപ്രായമെത്തി. ഫാത്തിമ ബീവിക്ക് വിവാഹപ്രായമെത്തി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ചു, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ, തന്റെ പൊന്നാര മകളെ കെട്ടിച്ചു കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് തീരുമാനിച്ചു. പടച്ചവനെ, നബിതങ്ങൾ ഫാത്തിമയെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്നറിയുമ്പോ കോടീശ്വരന്മാര് നബിതങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. സമ്പന്നന്മാര് കടന്നു വന്നു, ഒരുപാട് വലിയ വലിയ സ്വഹാബികള് കടന്നു വന്നു. എന്തിനാ? നബിതങ്ങളുടെ പൊന്നുമോളെ കല്യാണം കഴിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സമ്മതിക്കുന്നില്ല. നബിതങ്ങൾ അതിന് തയ്യാറായില്ല. പടച്ചവനെ, നബിതങ്ങള് പിന്നെ ആർക്കാണ് തന്റെ പൊന്നാര മകളെ കെട്ടിച്ചു കൊടുത്തതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അലിയാരിതങ്ങൾക്ക് ഫാത്തിമ എന്ന് പറഞ്ഞ വല്ലാത്ത ജീവനാ, പ്രണയമായിരുന്നു എന്ന് നിങ്ങളാരും കാണരുത്, പറയരുത്. ഫാത്തിമ ബീവി അലിയാരിതങ്ങൾ പ്രണയിച്ച് കെട്ടിയതാണെന്ന് പറയരുത്. അലിയാരിതങ്ങൾക്ക് ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമാണോ? പാടുള്ള 5 നേരം നിസ്കരിക്കുന്ന പടച്ചറപ്പിനെ പേടിയുള്ള ധരിച്ച് ഹിജാബ് ധരിച്ച് നടക്കുന്ന ഒരു മുസ്ലിം പെണ്ണിനെ കണ്ട ഏത് ഉപ്പയും ചിന്തിക്കും, പടച്ചവനെ, ഇവളെ എനിക്ക് മരുമകളായി കിട്ടിയിരുന്നെങ്കിൽ എന്റെ മകന് ചേർന്ന പെണ്ണാട്. ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ, ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുമല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളെ കല്യാണം കഴിക്കാൻ കൊതിക്കാത്തവരില്ല. അലിയാരിതങ്ങൾക്ക് ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമാ. കാരണം രണ്ടുപേരും ഒരു വീട്ടിലാണ്. 4-ാമത്തെ വയസ്സ് മുതൽ അലിയാരിതങ്ങൾ ജീവിക്കുന്നത് നബിതങ്ങളുടെ കൂടെയാ. വാപ്പയുടെ സ്ഥാനമാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാവരും വന്ന് പെണ്ണ് ചോദിക്കുന്നുണ്ട്, നബിതങ്ങൾ സമ്മതിക്കുന്നില്ല. അലിയാര് തങ്ങളാണെങ്കിൽ നബിതങ്ങളുടെ മകളായ ഫാത്തിമാനെ വല്ലാത്ത ഇഷ്ടമാ. ഫാത്തിമയ്ക്കും അങ്ങനെ തന്നെയാണ്. ഫാത്തിമ ബീവിക്കും അലിയാര് ഒരിക്കലും നിങ്ങൾ ഇതിന് ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഇനി പെൺകുട്ടികൾ പറയും, കണ്ടോ അലിയാര് നിങ്ങൾ പ്രയണിച്ച കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. അങ്ങനല്ല. ഫാത്തിമ ബീവിക്കും ഇഷ്ടമാണ്, അലിയാര് നിങ്ങൾക്കും ഇഷ്ടമാണ്. അത് പ്രണയമായിരുന്നില്ല. അപ്പൊ ആരോ പറഞ്ഞു, അലിയെ നീ അറിഞ്ഞോ ഫാത്തിമയെ കല്യാണ ആലോചന നടത്താം. ഫാത്തിമ ബീവിയെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. കല്യാണ ആലോചനയൊക്കെ നടത്തുന്നുണ്ട്. നീ ഇങ്ങനെ നടന്നോടാ ചങ്ങാതി. അവള് പറയുമല്ലോ, ഇന്നത്തെ ചെറുപ്പക്കാര് പറയുമല്ലോ, നീ അറിഞ്ഞില്ലേടാ കല്യാണ ആലോചനയൊക്കെ നടക്കാം, നീ ഇങ്ങനെ നടന്നോ. ഫാത്തിമ ബീവിയുടെ കല്യാണ ആലോചന നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അലിയാര് തങ്ങൾ തീരുമാനിച്ചു, ഇനി എന്തായാലും വിടൂല, പോയി ചോദിക്കാം. ചങ്കൂറ്റമായി ഇങ്ങനെ ഇളക്കുമല്ലോ. കൂട്ടുകാരിളക്കുന്ന സമയത്ത് കാമുകിയുടെ വീട്ടിൽ ചെന്നിട്ട് വാപ്പാനോട് പറയും, നിങ്ങളുടെ മോളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ. ഇങ്ങനെ ചങ്കൂറ്റുള്ളവരുണ്ടല്ലോ. ഫാത്തിമ ബീവിയെ കുറിച്ച് പറഞ്ഞപ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു, എന്തായാലും തീരുമാനിച്ചു, നബിതങ്ങളോട് ചോദിക്കണം. നേരെ പോയി നബിതങ്ങളുടെ വീട്ടിൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് നേരെ കയറി ചെന്നു. നബിതങ്ങൾ ചോദിച്ചു, എന്തേ അലിയെ, എന്തേ അലിയെ? അലിയാര് തങ്ങൾ മിണ്ടണില്ല. അലിയാര് തങ്ങളോട് ചോദിച്ചു, എന്തേ അലിയെ, എന്താ വന്നേ?
നബിതങ്ങൾ ചോദിച്ചപ്പോ അലിയാര് തങ്ങൾ ഒന്നും മിണ്ടുന്നില്ല. കാരണം പോയി, ഉള്ള ധൈര്യമൊക്കെ പോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരൊറ്റ ചോദ്യം ചോദിച്ചു, അലിയെ എന്റെ ഫാത്തിമയെ നീ കല്യാണം കഴിക്കൂ? വൈദ്യര് കൽപ്പിച്ചത് രോഗി ഇച്ഛിച്ചത് ഒന്നെന്ന് പറയണ പോലെ നബിതങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, എന്റെ മകള് ഫാത്തിമാനെ നീ വിവാഹം കഴിക്കൂ? അലിയാര് നിങ്ങൾ വെടി കൊണ്ടതുപോലെ നിന്നിട്ടുണ്ടാവും. അങ്ങോട്ട് തന്നെ ചോദിച്ചു, എന്റെ മകളെ നീ വിവാഹം കഴിക്കുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വപ്നമാണോ ഇങ്ങനെ നിക്ക വെടി കൊണ്ടതുപോലെ? നബിതങ്ങൾ പിന്നെയും ചോദിച്ചു, അലിയേ എന്റെ ഫാത്തിമാനെ നിനക്ക് ഇഷ്ടമാണോ? നീ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു തലകുലിക്ക് സമ്മതിച്ചു. നബിതങ്ങൾ അലിയാര് തങ്ങളോട് ചോദിച്ചു, അലിയേ നിന്റെ കയ്യിൽ എന്താ ഉള്ളേ? മരുമകനായി തിരഞ്ഞെടുക്കാൻ പോകുന്ന തന്റെ പ്രിയപ്പെട്ട മകളെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്ക് എന്താ ഉള്ളത്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയേ എനിക്കൊരു കുതിരയുണ്ട്, ദുൽഫുഖാർ എന്ന് പറയുന്ന ഒരു വാളുണ്ട്, ഒരു പടയങ്കിയുണ്ട്. ഈ 3 സാധനമല്ലാതെ എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. ഉള്ള കാര്യം തുറന്നങ്ങ് പറഞ്ഞു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ എന്തോ പറയും, 2 ഏക്കർ സ്ഥലമുണ്ട്, ഒരു ഫ്ലൈറ്റ് ഉണ്ട്, ഇല്ലാത്ത കാര്യങ്ങൾ മുഴുവനും പറയും. പക്ഷെ അലിയാര് തങ്ങൾ ഉള്ളത് തന്നെ പറഞ്ഞു, ഒരു കുതിര, ഒരു വാള്, ഒരു പടയങ്കി, ഇതല്ലാതെ വേറെ ഒന്നുമില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലിയാര് തങ്ങളുടെ ജോലി എന്തായിരുന്നു അറിയൂ? അലിയാര് തങ്ങൾ പുല്ല് വെട്ടികെട്ട് കൊണ്ടുപോയി ഒട്ടകമുള്ള വീടുകളിൽ കൊണ്ടുകൊടുക്കും, കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കും. ഇതാണ് അലിയാര് തങ്ങളുടെ ജീവിതം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും വലിയ ദരിദ്രനായ ഒരു സ്വഹാബിയെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ചരിത്രം പഠിക്കും മനസ്സിലാവും. നമ്മൾ അങ്ങനല്ല. നമ്മൾ ചോദിക്കുന്നത്, പടച്ചവനെ മക്കളെ കെട്ടിക്കാൻ പ്രായമായി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും, എന്തുണ്ട്, വല്ലത് ഉണ്ടോ, കാശുണ്ടോ, ജോലിയുണ്ടോ, എത്ര വീടുണ്ട്, പണമുണ്ട്, ഇതൊക്കെ നമ്മൾ തിരക്കാം. ദീനുണ്ടോ എന്ന് ആരും ചോദിക്കാറില്ല. ചങ്ങാതി പണമല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല, ദീനുണ്ടോ എന്ന് നോക്കണമെന്നാണ്. ദീനുണ്ടോ എന്ന് നോക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അലിയാര് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ് ഒരു കുതിരയുണ്ട് നബിയേ, ദുൽഫുഖാർ എന്ന് പറയുന്ന വാളുണ്ട് നബിയേ, ഒരു പടയങ്കിയുണ്ട് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, കുതിര വാഹനമാണ്, സഞ്ചരിക്കാൻ വേണം, വാള് യുദ്ധം ചെയ്യാൻ വേണം. ആ പടയങ്കി എടുത്തുകൊണ്ടുവാ, അലിയാര് തങ്ങൾ പടയങ്കി എടുത്തുകൊണ്ട് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചന്തയിൽ പോയി ഇത് വിറ്റിട്ട് വാ. ഫാത്തിമയെ വിവാഹം കഴിക്കാനുള്ള കൊതി കാരണം അലിയാര് തങ്ങൾ ഓടുകയാണ്. മാർക്കറ്റിലേക്ക് പോയി, ചന്തയിലേക്ക് പോയി, എന്നിട്ട് പടയങ്കിയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അല്ലാഹുവേ, ആരാ വരുന്നതെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അലിയാര് തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, അലിയേ എന്തു പറ്റി ഇവിടെ നിൽക്കുന്നത് എന്തിനാണ്? ഈ പടയങ്കി വിൽക്കാമെന്നതാണ്. നബി തങ്ങളെ വിറ്റിട്ട് പോകാൻ പറഞ്ഞിരിക്കുകയാണ്. ഫാത്തിമയെ കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പടയങ്കിയുമായി നിൽക്കുന്ന ഉസ്മാൻ തങ്ങളെ കണ്ടപ്പോ അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ 480 രൂപ തരാ. പടച്ചവനെ, ആ പടയങ്കി വാങ്ങിയിട്ട് 480 രൂപ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അലിയാര് തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. അവിടെ നിന്ന് തിരിച്ചു പോകാൻ തയ്യാറാകുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അലിയേ നീയൊരു യോദ്ധാവാണ്, ഈ പടയങ്കി നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. 480 രൂപയും കൊടുത്തു, ആ പടയങ്കിയും കൊടുത്തു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഓടി വരികയാ. നബി തങ്ങളുടെ മുമ്പിലേക്ക് ഓടി വരികയാ. 480 രൂപ കൊണ്ടുവന്ന് മുത്തുനബിയുടെ കയ്യിൽ കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അലിയേ 400 ദിർഹം
ഫാത്തിമയ്ക്ക് മഹറാണ്. 400 ദിർഹം ഫാത്തിമയ്ക്ക് മഹറാണ്. 80 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു പുതിയാപ്പളയോട് പറയുകയാ, പോയിട്ട് പുതുവസ്ത്രമെടുക്ക. സുബ്ഹാനല്ലാഹ്, 80 രൂപയുമായിട്ട് അലിയാര് തങ്ങൾ പുതുമണവാട്ടിക്ക് വസ്ത്രമെടുക്കുകയാ. എന്റെ പടച്ചുറപ്പ്, അവിടെ പുതുവസ്ത്രം മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. വായ്പാടുള്ള യുവതലമുറ പഠിക്കാൻ പറയുകയാ. സ്വപ്നലോകത്ത് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, സ്വർഗത്തിന്റെ നേതാവായ ഫാത്തിമയുടെ കല്യാണത്തിന്റെ രംഗമാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 80 രൂപ കൊടുത്ത് അവളെന്ന് പറ്റുന്ന വസ്ത്രങ്ങൾ വാങ്ങി ഫാത്തിമ ബീബിയുടെ വീട്ടിൽ കൊണ്ടുകൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകള് പുതുമണവാട്ടിയായി പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് കല്യാണ പന്തലിലേക്ക് ഇറങ്ങി വരുമ്പോ, ഫാത്തിമ പുതുവസ്ത്രം ധരിച്ചിട്ട്, കല്യാണത്തിന്റെ പുതുവസ്ത്രവും ധരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഇറങ്ങി വരുമ്പോ വീടിന്റെ ചാരത്തിരുന്നൊരാള് കരയുകയാ. വീടിന്റെ പരിസരത്തൊരാളിരുന്ന് കരയുകയാ. ആരാ കരയുന്നതെന്നറിയോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ പരിസരത്തിരുന്ന് കരയുകയാ. എന്തിനാ കരയുന്നത്? അബൂബക്കർ തങ്ങളെ എന്തിനാ കരയുന്നത്? ഫാത്തിമയുടെ വിവാഹ ദിവസമല്ല, സന്തോഷത്തിന്റെ ദിവസമല്ല. എന്തിനാണ് വീടിന്റെ പരിസരത്തിരുന്ന് ഒറ്റയ്ക്ക് കരയുന്നതെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ചെറുപ്പക്കാരാ, മോനെ, അബൂബക്കർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സഹാബാ, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ മുത്തുനബിയുടെ പൊന്നുമോള് കല്യാണത്തിന്റെ ഇട്ടിരിക്കുന്ന വസ്ത്രം കണ്ടോ? സഹാബാ, എന്റെ മുത്തുനബിയുടെ പൊന്നുമോൾ ഇട്ടിരിക്കുന്ന പുതുവസ്ത്രം കണ്ടോ? ആ മണവാട്ടി ഇട്ടിരിക്കുന്ന വസ്ത്രം കണ്ടോ? സഹിക്കുന്നില്ല സഹാബാ. നബി തങ്ങളുടെ പൊന്നാര മകളിട്ടിരിക്കുന്ന പുതുവസ്ത്രം കണ്ടിട്ട്, അതിന്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം വന്ന് അബൂബക്കർ തങ്ങളവിടെ നിന്ന് കരഞ്ഞു എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ, പാടുള്ള ചെറുപ്പക്കാരാ, നിനക്കിത് തിരിയണമെന്നില്ലടാ പൊന്നുമോര്. എന്റെ പെങ്ങള്, ഇതൊക്കെ നിങ്ങൾക്ക് തിരിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം കല്യാണത്തിന്റെ ദിവസം വീട്ടിലെ ആണുങ്ങൾക്കും അതുപോലെ കൂട്ടുകാർക്ക് മുഴുവനും ഒരേ കളറുള്ള വസ്ത്രമാ. ആണിനും പെണ്ണിനും വസ്ത്രമുണ്ട്, മാതാപിതാക്കൾക്ക് വസ്ത്രമുണ്ട്. പക്ഷേ ഇന്നങ്ങനെയല്ലടോ, തന്റെ ഫ്രണ്ട്സുകൾക്ക് മുഴുവനും ഒരേ കളറുള്ള വസ്ത്രമാ. പെണ്ണുങ്ങൾക്ക് മുഴുവനും ഒരേ കളറുള്ള ചുരിദാറാ. എന്തൊരടിച്ചുപൊളിയെന്നറിയോ? എന്തൊരാർഭാടമെന്നറിയോ? പടച്ചവനെ, ഹാജിയാരുടെ മക്കളുടെ കല്യാണവും ഇങ്ങനെ തന്നെയാ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരാവുകയാ. എന്തൊരാർഭാടമാണോ, എന്തൊരു കൂത്താടോ. ലക്ഷങ്ങളെ ചെലവഴിച്ചുകൊണ്ട് തന്നെ പൊന്നാരുടെ മക്കളുടെ വിവാഹങ്ങൾ ഉത്സവം പോലെയാക്കുന്ന മുസ്ലിമേ, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ലടോ. നല്ല വസ്ത്രം ധരിക്ക്, നല്ലതുപോലെ ഭക്ഷണം കൊടുക്ക്, നല്ലതുപോലെ നടത്തിക്കോ. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കാമല്ലോ, വേണ്ടാത്ത അനാചാരങ്ങൾ ഉപേക്ഷിക്കാമല്ലോ. ഇന്നത്തെ വിവാഹങ്ങളൊക്കെ പറയാൻ പറ്റുന്നതല്ലല്ലോ. കോടികൾ ചെലവഴിച്ച് ആർഭാട വിവാഹം നടത്തിയിട്ട് നാലിന്റെ വീട്ടിൽ വന്നിരുന്ന മക്കളുടെ കഥ കണ്ടില്ലേ? എന്തേ ചിന്തിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നാര മകള് പുതുമണവാട്ടിയായി ഇറങ്ങി വരുമ്പോ കരയുകയാ.
അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരയുകയാ. കാരണം കൂട്ടുകാരനായ നബി തങ്ങളുടെ മകളാ. പടച്ചറപ്പേ, കല്യാണത്തിന്റെ കാര്യമായി അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അലിയേ വലീമ നടത്തണമല്ലോ, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ, എന്തുണ്ട് അലിയേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ അലിയാര് നിങ്ങളുടെ തലതാഴ്ത്തി നിൽക്കുകയാ. നിക്കാഹ് കഴിഞ്ഞാ പിന്നെ വലീമ കൊടുക്കണം. നബിതങ്ങൾ ചോദിച്ച്, എന്തുണ്ട് അലിയെ, എന്താണ് ജനങ്ങൾക്ക് വലീമ കൊടുക്കണമല്ലോ, എന്തുണ്ട്? 80 രൂപയുടെ വസ്ത്രവും വാങ്ങി പുതുവസ്ത്രവും കഴിഞ്ഞ് എല്ലാം പേടിച്ചിട്ട് വെറും കൈയോടെ നിൽക്കുന്ന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നു, എന്താ വലീമ വാങ്ങാൻ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മിണ്ടാതെ ഇരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അലിയെ ഒരാടിനെ ഞാൻ തരാം, എന്റെ വീട്ടിലൊരു ആടുണ്ട്, നിനക്ക് വലീമ കൊടുക്കാൻ ആടിനെ ഞാൻ തരാം. 3 സ്വഹാബത്ത് പറഞ്ഞു, ഗോതമ്പ് മാവ് ഞങ്ങൾ തരാം, ഞങ്ങളുടെ കയ്യിൽ ഗോതമ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ആടിനെയും ആ ഗോതമ്പ് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളുടെ വിവാഹം നടന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങളുടെ പൊന്നാര മകളുടെ കല്യാണത്തിന്റെ രംഗമായത്. എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ടോ? എന്തുകൊണ്ടാണ് നബിതങ്ങൾ ഫാത്തിമ അലിയാര് തങ്ങളുടെ കയ്യിൽ കൊടുത്തത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിനാണ് നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്. പായിപ്പാടുള്ള ഉപ്പമാരോടും ഉമ്മമാരോടും പറയുന്നു, നിങ്ങൾ പോറ്റി വളർത്തുന്ന നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ ആദ്യം നോക്കേണ്ടത് അവൻ പായിപ്പാട് പള്ളി വന്ന് നിസ്കരിക്കുമോ എന്ന് നോക്ക്. അവൻ 5 നേരം നിസ്കരിക്കുന്നവനാണോ? അവൻ ഖുർആൻ ഓതുന്നവനാണോ? അവന് ഖുർആൻ ഓതാൻ അറിയോ? സുബ്ഹാനല്ലാഹ്. പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് പെണ്ണ് ഭർത്താവ് കാണാൻ വരുന്നവനോട് ചോദിക്കണം, മോനെ ഒന്ന് യാസീൻ ഓതണമെന്ന് പറ, ഒന്ന് യാസീൻ ഓതാൻ പറ, അല്ലെങ്കിൽ ഖുർആനിൽ ഒരു സൂറത്ത് ഓതാൻ പറ. എത്ര പേര് ചെറുപ്പക്കാരോതും? നിസ്കരിക്കുന്നവർ എത്ര പേരാണോ? നിസ്കരിക്കുന്നവന് വേണ്ടിയല്ലേ മക്കളെ കൊടുക്കേണ്ടത്? ദീനല്ലേ പരിഗണിക്കേണ്ടത്? ആ ദീനുള്ളവനാ കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നാര മകളെ കൊടുത്തത് അലി ഇബ്നു അബീ താലിബ് എന്ന് പറയുന്ന പാവപ്പെട്ടവനാണ്. അവിടുത്തെ വിവാഹം നടന്നത് ഇങ്ങനാണ്. അതുകൊണ്ട് പായിപ്പാടുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പള്ളികളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടു രാവും പകലും ഇവിടെ നടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമാണ്. ആ മക്കൾ എത്ര നല്ലവരെന്നറിയോ? പടച്ചവനെ, വല്ലാത്ത അത്ഭുതം തോന്നി. രാത്രി 2 മണി വരെ 3 മണി വരെ വഴി കഴിഞ്ഞ് എല്ലാവരും പോയി. പായിപ്പാടുള്ള ചെറുപ്പക്കാർ ഉറങ്ങിയിട്ട് ആഴ്ചകളായടോ. ഈ കമ്മറ്റിക്കാര് പോലെ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോ പടച്ചവനെ 2 മണി വരെ 3 മണി വരെ ഈ ചെറുപ്പക്കാര് റബ്ബേ ഇവിടെ നടക്കുകയാ. അല്ലാഹുവേ, ആ പൊന്നുമക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ആ പൊന്നുമക്കൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. എങ്കിലും ചെറുപ്പക്കാരാ, എന്റെ പായിപ്പാടുള്ള ചെറുപ്പക്കാരോട് പറയുന്നത്, എടാ ബെൻസ് കിട്ടുന്നതിൽ കാര്യമില്ലടാ, ഏക്കർ കണക്കിന് സ്ഥലം കിട്ടുന്നതിൽ കാര്യമില്ല, ഗൾഫുകാരന്റെ മകളെ കിട്ടുന്നതിൽ കാര്യമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ആണാരെന്നറിയോ? ഒരാളെ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? പായിപ്പാടുള്ള ആണുങ്ങളോട് പറയുകയാ, എടോ പായിപ്പാടുള്ള ഏറ്റവും നല്ല മനുഷ്യനാരെന്നറിയോ? ഏറ്റവും വലിയ ഭാഗ്യവാനാരെന്നറിയോ? ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് വീടുള്ളവനല്ല, ഓടിയും ബെൻസും ഫോർച്യൂണറുമുള്ളവനല്ല, ലക്ഷക്കണക്കിന് സമ്പത്തുള്ളവനല്ല. ഈ പായിപ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാനാരെന്നറിയോ? ഒരു സ്വാലിഹത്തായ ഭാര്യയെ കിട്ടിയവനാ. അല്ലാഹുവിനെ പേടിയുള്ള ഒരു ഭാര്യയെ കിട്ടിയവന് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാടോ. കോടികളൊന്നും വേണ്ട, ഗ്ലാമറൊന്നും വേണ്ട. എന്തിനാ ഗ്ലാമർ? പായിപ്പാടുള്ള ചെറുപ്പക്കാരാ, ഗ്ലാമർ നോക്കല്ലേ, ഗ്ലാമർ ഒരിക്കലും നോക്കരുത്. എടാ, തൊലി വെളുത്തതാ, ഹൃദയം കറുത്തതാ. പക്ഷേ തൊലി കറുത്തതാ, ഹൃദയം വെളുത്തതാ. അതാ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദ്, ഇന്നിവിടെ ഒരു ഉമ്മ വന്നോ, എന്നോട് പറഞ്ഞു,
ഉസ്താദേ മകളെ കാണാ പലരും വരുന്നുണ്ട്, പക്ഷേ നിറം കറുത്തതിന്റെ പേരിൽ കല്യാണം നടക്കുന്നില്ല. ആ പൊന്നുപെങ്ങൾ ഈ വഅദിന്റെ സദസ്സിലുണ്ട്. ആ പൊന്നുമോളോട് പറയുന്നു, സങ്കടപ്പെടല്ലേ, സങ്കടപ്പെടല്ലേ, കറുപ്പിന്റെ വില നിനക്കറിയാഞ്ഞിട്ടാ, കറുപ്പിന്റെ വില നിനക്കറിയാഞ്ഞിട്ടാ. പടച്ചവനെ, നിറം കറുത്തതിന്റെ പേരില് ഒറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. പായിപ്പാടുള്ള നിറം കറുത്തു പോയ ചെറുപ്പക്കാരോട് പറയുകയാ, എന്തിനാ മോനെ പേടിക്കുന്നത്, എന്തിനാ മോനെ പേടിക്കുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ മസ്ജിദ് നബവിക്കകത്തേക്ക് കടന്നു ചെന്നപ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ പള്ളിക്കകത്തിരുന്ന് കരയുകയാ, ഒരു പള്ളിക്കകത്ത് സങ്കടത്തോടെ ഇരിക്കുകയാ. നബി തങ്ങൾ ചോദിക്കുന്നു, മോനെ എന്ത് പറ്റി മോനെ, നിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖം കാണുന്നല്ലോ. ആ ചെറുപ്പക്കാരൻ നബി തങ്ങളോടൊന്നും പറഞ്ഞില്ല. നബി തങ്ങൾ ചോദിക്കുന്നു, എന്തു പറ്റി മോനെ? യാ റസൂലല്ലാഹ്, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഗ്ലാമർ വേണോ നബിയേ? വെളുത്തവര് മാത്രമേ സ്വർഗത്തിലേക്ക് പോകുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൺതടം നിറയുകയാ. എന്തേ മോനെ അങ്ങനെ ചോദിച്ചതെന്തേ മോനെ? യാ റസൂലല്ലാഹ്, നിറം കറുത്തതിന്റെ പേരില് ഒരു പെണ്ണും എന്നെ ഇഷ്ടപ്പെടുന്നില്ല നബിയേ, എനിക്ക് പെണ്ണിനെ കെട്ടിച്ചു തരുന്നില്ല നബിയേ. എന്തിനാ കരയുന്നതെന്നറിയോ? നാളെ സ്വർഗത്തിൽ നിന്നും കറുത്തുപോയതിന്റെ പേരിൽ അല്ലാഹു എന്നെ പുറത്താക്കുമോ നബിയേ? കരഞ്ഞുകൊണ്ട് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടിയാ, ചെറുപ്പക്കാരാ, ഗ്ലാമറില്ലാത്ത പെണ്ണുങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോനെ, നാല് കറുത്തവര് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാല് കറുത്തവരുണ്ടല്ലോ, നാല് കറുത്തവരുണ്ടല്ലോ, അവര് സ്വർഗത്തിന്റെ നേതാക്കന്മാരാ. ആരാണെന്നറിയോ? ആരാണെന്നറിയോ? മഹാനായ സയ്യിദുനാ ബിലാൽ. കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ. ബിലാല് തങ്ങള് കറുത്തവനായിരുന്നു, ഭീകരയായിരുന്നു, അടിമയായിരുന്നു, മുടി ചുരുണ്ടവനായിരുന്നു. പക്ഷേ ബിലാല് തങ്ങള് നബി തങ്ങളുടെ മുമ്പിലൂടെ സ്വർഗത്തിലോടിയടാ ചെറുപ്പക്കാരാ. നബി തങ്ങള് പറഞ്ഞു, ബിലാല് സ്വർഗത്തിലാണ്. ആഫ്രിക്കക്കാരനായിരുന്നടാ, ഭീകരയായിരുന്നു, അടിമയായിരുന്നു. ആ ബിലാല് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പായിപ്പാട് ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേര് സങ്കടപ്പെടുന്ന ചെറുപ്പക്കാരാ. സുന്ദരിയായ ഭാര്യ പറയുന്ന, നിങ്ങൾ എനിക്ക് ചേർന്നതല്ല, കാരണം ഞാൻ വെളുത്തത്, നിങ്ങൾ കറുത്തത്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, അല്ലാഹുവിന്റെ ഖുർആനിൽ 114 സൂറത്തുണ്ട്. അതിലെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയോ? സൂറത്തുൽ ലുഖ്മാൻ. ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാം. ആ ലുഖ്മാൻ എന്ന് പറയുന്ന അധ്യായം എടുത്ത് നോക്ക്. ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമുണ്ട്. ആ ലുഖ്മാൻ ഹക്കീം തങ്ങളുണ്ടല്ലോ, കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ. ആ മനുഷ്യൻ കറുത്തവനായിരുന്നു. പടച്ചവനെ, സ്വർഗത്തിന്റെ നേതാവാണ് ലുഖ്മാൻ ഹക്കീം തങ്ങള്. ഗ്ലാമറില്ലാതെ സങ്കടപ്പെടുന്ന പായിപ്പാടുള്ള പെണ്ണ്, വെളുത്ത് ചുമന്ന് നടക്കുന്ന, നല്ല വെളുത്ത് ചുമന്നിരിക്കുന്ന ഭർത്താവ് കുറ്റപ്പെടുത്തും, നിനക്ക് ഗ്ലാമറില്ല, പ്രസവിച്ചപ്പോ നിന്റെ ഗ്ലാമർ പോയി എന്ന് സങ്കടപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്,
അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെല്ലുമ്പോ പടച്ചവനെ സംസം കിണർ കാണുമല്ലോ. ആ സഫാ മർവ എന്ന് പറയുന്ന മലഞ്ചെരിവില് ചെല്ലുമ്പോ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഇസ്മായിൽ നബിയുടെ ഉമ്മയായ മഹദിയായ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ കറുത്തവളായിരുന്നു പെങ്ങള്. ഹാജറ കറുത്തവളായിരുന്നു, ഹാജറ കറുത്തവളായിരുന്നു. പക്ഷേ ഹൃദയം വെളുത്തു പെങ്ങള്, ഹൃദയം വെളുത്തതാ പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയോ? അവനയിൽ ഒരു സെന്റുള്ളവനല്ലടോ. പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ അവനൊരു ചെറിയ കുടിലാണുള്ളത്, വാടക വീടാണുള്ളത്. ആ വീടിനകത്ത് അല്ലാഹുവിനെ പേടിയുള്ള സ്വാലിഹത്തായ ഒരു ഭാര്യയുണ്ടടോ. പടച്ചവനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോട് എന്തേക്കാ താമസിച്ചതെന്ത് എന്ന് ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ വാതിലിൽ കാത്തു നിന്നിട്ട് അവിടെ വീടിനകത്തേക്ക് വിളിച്ചു കയറ്റി തന്റെ ചുമലിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഭർത്താവിന്റെ നെറ്റിത്തടം വിയർത്തിരിക്കുകയാ. ആ ഭാര്യന്റെ ചോളിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് ഭർത്താവിന്റെ നെറ്റിത്തടത്തിലെ വിയർപ്പം തുടച്ചു കൊടുത്തിട്ട് വായിക്കായിരിക്കുന്നു പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുന്ന ഭാര്യയുണ്ടല്ലോ. എന്നല്ലാതെ അവള് വേറെ ഒന്നും വിളിക്കാറില്ല. ഭർത്താവിനെ ബഹുമാനിക്കുകയാ, ഭർത്താവിനെ ആദരിക്കുകയാ. ഭർത്താവ് പറയുന്നതിനപ്പുറമില്ല. ആരെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയുണ്ടല്ലോ. എനിക്ക് മൊബൈല് വേണ്ട, വാട്സപ്പ് വേണ്ട, യൂട്യൂബ് വേണ്ട, TV വേണ്ട, സീരിയല് വേണ്ട. എപ്പോ നോക്കിയാലും അല്ലാഹുവിന്റെ ഖുർആനും ദിക്റുകളുമായി കഴിയുന്ന ഒരു സ്വാലിഹത്തായ ഭാര്യ ലഭിച്ച വല്ലാത്ത ഭാഗ്യവാനാ ചെറുപ്പക്കാരാ. ഞങ്ങളുടെ കല്യാണം നടന്നു പൊന്നുമോനെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ നിബിതങ്ങളുടെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. അവിടെ നിന്ന് പുതുമണവാട്ടി ഇറങ്ങി പോവുകയാ. എവിടേക്കാ പോകുന്നതെന്നറിയോ? ഞങ്ങള് കുടുംബ വീട്ടിലാണ്. ഉമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, എല്ലാവരും താമസിക്കുന്ന ഒരു ചെറിയ വീടാണ്. ആ വീടിന്റെ ഒരു സൈഡില് ഈന്തപ്പന ഓലകൾ കൊണ്ടൊരു ചെറിയ റൂമുണ്ടാക്കുകയാണ്. ഒരു ചെറിയ റൂമുണ്ടാക്കുകയാണ്. ഈ റൂമിനകത്തേക്കാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ വീട്ടിലേക്കാണ് കടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഈന്തപ്പന ഓലകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയ റൂമിനകത്ത് അരിയാരിതങ്ങളും ഫാത്തിമയും എന്ന് പറയുന്ന പുതുമണവാട്ടിയും കടന്നു പോവുകയാണ്. പടച്ചവനെ മണിയറയ്ക്കകത്ത് കയറി വാതിലടയ്ക്കുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് തുടങ്ങുകയാണ്. ആദിരാത്രി തുടങ്ങുകയാണ്. ഒരാണിന്റെയും പെണ്ണിന്റെയും ജീവിതത്തിലെ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പൂവടിയുന്ന രാത്രിയാ. അരിയാരിതങ്ങൾക്ക് വലിയ സന്തോഷമായി പടച്ചവനെ രണ്ടുപേരും മണിയറയ്ക്കകത്താണ്. മണിയറയുടെ വാതിലടച്ചു. വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ. അലിയാരിതങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. കാരണം ഫാത്തിമയെ ലഭിച്ചല്ലോ, താൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാ ഞാനാണല്ലോ. അലിയാരിതങ്ങൾ ബെഡ്റൂമിന്റെ അകത്ത് നിൽക്കുമ്പോ ഒരു കരച്ചില് കേൾക്കുകയാ. മണിയറയ്ക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. തങ്ങൾ ഓടിച്ചെല്ലുന്നു. ആരാ കരയുന്നത്? മഹതിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നു. പെങ്ങള് മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാ. അലിയാര് തങ്ങൾ ചോദിക്കുന്നു, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ? അലിയാര് തങ്ങളോട് ഫാത്തിമ പറയുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാലിയേ. പിന്നെ എന്തിനാ കരയുന്നേ? പിന്നെ എന്തിനാ
കരയുന്നേ? പായിപ്പാടുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ റസൂല് വളർത്തിയ പൊന്നുമകള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ, ഈ മണിയറയ്ക്കകത്ത് ഇരുള് വന്നപ്പോ എനിക്ക് ഖബറോർമ്മ വന്നു അലിയേ, എനിക്ക് ഖബറാ ഓർമ്മ വന്നത്. ഈ റൂമിനകത്ത് അലിയേ നീ എന്റെ കൂടെ ഇരിക്കുമ്പോ ഈ വിളക്കണച്ചപ്പ ഇത്ര ഇരുട്ടാണെങ്കിൽ അല്ലാഹുവേ, പള്ളിപ്പറമ്പിൽ എന്തൊരു ഇരുളാ പടച്ചവര്, എന്തൊരു ഇരുട്ടായിരിക്കും തമ്പുരാന്. അലിയാര് തങ്ങളോട് പറഞ്ഞിട്ട് കരയുകയാ. കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി പുതിയ പെണ്ണ് മണിയറയ്ക്കകത്തിരുന്നിട്ട് ഖബറിനെ കുറിച്ച് പറയുകയാ. കല്യാണം കഴിഞ്ഞ പെണ്ണ് മണിയറയ്ക്കകത്തിരുന്നിട്ട് ഭർത്താവ് ചോദിച്ചു എന്തിനാ കരയണേ? ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. പലരും ആലോചിക്കുന്നുണ്ട്, പടച്ചവനെ ഞാനും കെട്ടി ഒരെണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുവന്നു, ആലോചിക്കാൻ പോലും വയ്യ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എളും കെട്ടിക്കെട്ട് മണിയറയിലൊക്കെ പോയല്ലോ, ഒരു പാലെടുക്കും പകുതി 50-50 എല്ലാ ആചാരങ്ങൾ അവിടെ റഹ്മാനായ അല്ലാഹ്. ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് മണിയറയ്ക്കകത്ത് പോയിരിക്കുമ്പോ പുതിയ പെണ്ണിനോട് പുതിയാപ്പിള ചോദിക്കും. 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒന്നുണ്ടായിരുന്നു, 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒരു പെണ്ണ് സിനിമയ്ക്ക് പോയിട്ടുണ്ട്, കറങ്ങാൻ പോയിട്ടുണ്ട്, ബീച്ചിൽ പോയിട്ടുണ്ട്, എനിക്കൊരു 3-4 ലവ് ഉണ്ടായിരുന്നു, നിനക്കോടി? പുതിയ പെണ്ണിനോട് ചോദിക്കാൻ നിനക്കോ? അവൾ അങ്ങോട്ട് എണ്ണാൻ തുടങ്ങി, എനിക്ക് 6ാം ക്ലാസ്സിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതാ നമ്മുടെ അവസ്ഥ. നമ്മുടെ അവസ്ഥ ഇതാ. എന്നാൽ ഈ മകള് പറയാ എനിക്ക് ഖബർ ഓർമ്മ വന്നിട്ടാ കരയണേ. അലിയാര് തങ്ങളാണ്. അലിയാര് തങ്ങള് പറഞ്ഞു, ഫാത്തിമ ഇതാണോ മോളെ ഇന്ന് രാത്രി പറയണ്ടേ? നീ ഇതാണോ പറയണ്ടേ? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ, ഇന്ന് നമ്മുടെ മണിയറയാ. അലിയാര് തങ്ങളോട് ഫാത്തിമ ബീവിയോട് പറയുന്നു, ഇത് പറയേണ്ട സമയമാണിത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പൂവണിയുന്ന രാത്രി എപ്പോഴാണോ നീ ഖബറിനെ കുറിച്ച് പറയാ? നമ്മുടെ മണിയറയല്ലേ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? ഫാത്തിമ പറഞ്ഞു, അലിയെ മണിയറ ഇവിടെ അല്ല, മണിയറ ഒരുക്കേണ്ടത് കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല, പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ പോയി കിടക്കുന്ന ഒന്നാമത്തെ രാത്രി, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അള്ളാഹു ഒരുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവിടെയാണോ ഒരുക്കേണ്ടത്? ഇതെങ്ങനല്ല, കല്യാണത്തിന് വന്ന് കുറച്ച് ലൈറ്റും ബൾബും കുറച്ച് പൂക്കളും കെട്ടി എല്ലാം പോകും. പക്ഷെ മണിയറ ഒരുക്കേണ്ടത് പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന് മലത്തി കിടത്തുമ്പോ മുൻകറും നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ ഖബറിനകത്ത് വന്നിട്ട് പറയണം, ലം കനൗമത്തിൽ ആറൂസ്, പുതിയ ആപ്പള ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കോ, പുതിയ പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഇതിനകത്ത് ഉറങ്ങിക്കോ. അതിനൊരു പ്രയോഗമുണ്ട്. കാരണം എന്തേ? ഞാൻ മനസ്സിലാക്കുന്നത്, കല്യാണം കഴിഞ്ഞ് പുതിയാപ്പിളയും പുതിയ പെണ്ണും കിടന്നുറങ്ങുന്ന റൂമിലേക്ക് കുട്ടികളെ പോലും വിടൂല. ഇനി വാ, അവർ ശല്യപ്പെടുത്തല്ലേ, ആരെയും വിടൂല. കാരണം എന്തേ? അതവരുടെ മണിയറയാ. ഇതുപോലെ മലക്കുകൾ പറയുകയാ, ഇതിനകത്ത് കിടന്ന് പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഉറങ്ങും. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു നമുക്ക് ഒരുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ.